ചേച്ചിയുടെ ലൈഫ് സ്റ്റോറി പറയുമെന്ന് ചോദിച്ച് ഇന്നലെ ഇട്ട വീഡിയോയിൽ വന്നൊരു കമൻറ്റാണ് ഇത്. പിന്നെന്താ പറയാലോ, അത് പറയും മുമ്പ് ഈ വീഡിയോയിലൂടെ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ഇത്ര നാളായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്നെക്കുറിച്ച് അധികമൊന്നും നിങ്ങൾക്ക് അറിയാൻ വഴിയില്ലല്ലോ. എൻ്റെ പേര് അക്ഷയ, എൻ്റെ വീട് കൊല്ലം ജില്ലയിലാണ്. ആൻഡ് എനിക്കിപ്പോൾ 24 വയസ്സാണേ ഉള്ളത്. എനിക്കറിയാടാ, മേ ബി അതിൽ കൂടുതൽ തോന്നുമായിരിക്കും, പക്ഷേ ആക്ച്വലി എനിക്ക് 24 വയസ്സാണ് സ്റ്റിൽ. പിന്നെ എൻ്റെ മാരേജ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 ഇയേഴ്സ് ആകുന്നു. ഹസ്ബൻഡിൻ്റെ പേര് ശ്രീജിത്ത് എന്നാണ്. ആൻഡ് ഈ അക്ഷയ ചോക്കോബെറി എന്ന പേരിന് ബാക്കിലുള്ള ചോക്കോബെറി എന്താണെന്ന് കുറച്ച് പേർക്ക് ഡൗട്ട് ഉണ്ടാവും. അത് എൻ്റെ സ്വന്തം ബ്രാൻഡാണ്. എനിക്ക് പഠിക്കുന്ന സമയം മുതൽ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങണമെന്നുള്ളത്. അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ സ്വന്തം കഫേ ബ്രാൻഡിൻ്റെ പേരാണ് ചോക്കോബെറി. ഇതാണ് എൻ്റെ ചോക്കോബെറി കഫേ. ഇപ്പോൾ ഈ ഷോപ്പില്ല കേട്ടോ, അതെന്താ പറ്റിയെന്നൊക്കെ ഞാൻ വഴിയെ പറയാം. നമ്മൾ ഈ മിഡിൽ ക്ലാസ് ഫാമിലി എന്നൊക്കെയുള്ള ആൾക്കാർ വലിയ ഫിനാൻഷ്യൽ സപ്പോർട്ടൊന്നും ഇല്ലാണ്ട് ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യുമ്പം സൂക്ഷിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതൊരു ലോങ് വീഡിയോ ആക്കി പിന്നീട് ചെയ്യും. എനിക്ക് ചോക്കോബെറി മാത്രമല്ല ഉള്ളത്, ഞാനിപ്പോൾ ന്യൂലി സ്റ്റാർട്ട് ചെയ്തൊരു പ്രൊജക്റ്റാണ് ഈ ഫാം നാച്ചുറൽ. ഞാൻ ഈ കോണ്ടന്റ് ക്രിയേഷനിലേക്ക് വന്നിട്ട് ഏകദേശം 4 വർഷത്തോളമായി. ഇൻസ്റ്റഗ്രാമിലായിരുന്നു കൂടുതലും വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ ഒരു യൂട്യൂബർ ആവണമെന്നുള്ളത് ലൈഫിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. വേണ്ടി ഇപ്പം നന്നായിട്ട് വർക്ക് ചെയ്യും. കുറേ മേഖലകളിൽ വർക്ക് ചെയ്തിട്ടും എൻ്റേതായിട്ടുള്ളൊരു സ്പേസ് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ അങ്ങനെയല്ല. ഇവിടെ കുറേ സപ്പോർട്ട് ചെയ്യുന്ന, കുറേ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്. യൂട്യൂബിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇട്ട് തുടങ്ങിയിട്ട് ഏകദേശം ഇപ്പോൾ 1 മാസം ആവുന്നതേ ഉള്ളൂ. പക്ഷെ എന്നെ സ്നേഹിക്കുന്ന ഒരു 10 പേരെങ്കിൽ 10 പേര് അതിവിടെ ഉണ്ട്. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് ഞാൻ എൻ്റെ ലൈഫ് സ്റ്റോറിയും ബിസിനസ് സ്റ്റോറിയും എനിക്ക് എൻ്റെ ബിസിനസ്സിൽ പറ്റിയത് എന്തൊക്കെയാണെന്നുള്ളതും ഞാൻ വഴിയെ പറയാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.